പാലക്കാട്ട് CPM BJP ഡീൽ എന്ന ആരോപണം സംസ്ഥാനം മുഴുവൻ ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. മറ്റ് മണ്ഡലങ്ങളിലും ഡീൽ നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. എന്നാൽ BJP കോൺഗ്രസുമായി കൂട്ടിക്കെട്ടാനാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നത്. കോൺഗ്രസ് CPM ഒത്തുതീർപ്പാണ് നടക്കുന്നത് എന്ന ആരോപണവുമായി BJP നേതാക്കളും രംഗത്ത് വന്നു. ഇവർ ഞങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് BJPയുമായി ചേർന്ന് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പരിശോധിച്ച് നോക്ക്. എന്ത് സാഹചര്യത്തിലാണ് പാലക്കാട് CPM ആ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കണമെന്ന് പരിശോധിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ജയിക്കില്ല, എന്നാൽ കോൺഗ്രസും ജയിക്കേണ്ട, UDFും ജയിക്കേണ്ട എന്നുള്ള ധാരണ പാലക്കാട് അവർക്കുണ്ട്. ഒരുപാട് സ്ഥലത്ത് അവരുമായിട്ട് ഡീലുണ്ട്. ഡീൽ ആരോപണം പാലക്കാടും കടന്ന മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി കൊണ്ടുപോവുകയാണ് UDF. ഞാനിപ്പോൾ ഇന്നൊരു പ്രസ്താവന കണ്ടു. റാന്നി ശബരിമല ഇരിക്കുന്ന നിയോജകമണ്ഡലമാണ് റാന്നി. അവിടെ ഈ NDA BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല അല്ലേ? അവിടെ ആരുടെ സ്ഥാനാർത്ഥി? 2020. നമ്മൾ ഈ കിഴക്കൻ ഭാഗത്തും മാത്രമല്ല 2020 റാന്നിയിൽ എങ്ങനെ സ്ഥാനാർത്ഥിയായിടും? സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു 10 മണ്ഡലത്തിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അതിശയകരമായ സ്ഥാനാർത്ഥി നിർണയം കാണാനുണ്ട്. UDF നേതാക്കൾ ഒറ്റക്കെട്ടായി ഈ വിഷയം ഉന്നയിക്കുമ്പോഴും KPCC അധ്യക്ഷന് പക്ഷേ അത്രയും ഉറപ്പ് പോരാ. തരൂരിനാണെങ്കിൽ ഡീലുണ്ടെന്ന സംശയമേ ഉള്ളൂ. BJPക്ക് വിജയ സാധ്യതയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നമ്മളെ തോൽപ്പിക്കാൻ CPMന് സഹായം കൊടുക്കാനായിരിക്കും എന്നൊരു സംശയം ഉണ്ടാവാം. ഡീൽ ആരോപണം VD സതീശനെതിരെ തിരിച്ചുവിടാനാണ് ഇടതു നേതാക്കളുടെ ശ്രമം. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതിന് നേരെ 360 ഡിഗ്രി വളയാനും തിരിയാനും അത് ആധികാരികമാണെന്ന് സ്ഥാപിക്കാനും അസാധാരണ സിദ്ധി അദ്ദേഹത്തിനുണ്ടല്ലോ. UDF BJP സഖ്യത്തിന്റെ യഥാർത്ഥ പൊരുള് ആരും കാണാതിരിക്കാൻ വേണ്ടിയുള്ള വിചാരവരെയാണത്. അതാരും വിശ്വസിക്കില്ല. LDFന് BJPയുമായിട്ടൊരു ബന്ധവും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഇലക്ഷനിൽ LDF BJPയായിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? UDFന്റെ ചരിത്രം കോലീബിയുടെ ചരിത്രമല്ലേ എന്ന്? അതൊക്കെ ഒരു സ്പെക്കുലേഷൻ അല്ലേ. അങ്ങനൊരു ഡീലും ഇല്ല. ഇടതുപക്ഷത്തിന് ഒരിക്കലും ഇവരുമായി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ഈ ആരോപണങ്ങളെ കാണുന്നത് CPM കോൺഗ്രസ് ഒത്തുതീർപ്പായാണ്. എങ്ങനെ BJPയുടെ മുന്നേറ്റത്തെ തടയാം എന്നുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന് പകരം മിസ്റ്റർ സതീശൻ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.